Yeah. No, see, you want me to speak in English? See, എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത് ഞാനൊരു രാഷ്ട്രീയ മീമാംസ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്നതിൽ പറയട്ടെ, നമ്മൾ എന്താണ് പാർലമെൻറ്റിനെ കൊണ്ടും നിയമസഭയെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു MBA അല്ലെങ്കിൽ MLA പ്രധാനമായിട്ടും ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോ മേക്കർ എന്നുള്ളതാണ്. നിയമനിർമ്മാണമാണ് അവരുടെ ഏറ്റവും പ്രധാനം, നയരൂപീകരണമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ എൻ്റെ മണ്ഡലത്തിലെ പിന്നെ ജന്മദിനാഘോഷത്തിനോ അല്ലെങ്കിൽ മരിച്ചടക്കിനോ പോവുക അല്ലെങ്കിൽ അവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തദ്ദേശ ഗവൺമെൻറ്റുകളെ നമ്മൾ കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നതാണ്. ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോളും കൂടി നമ്മൾ അംഗീകരിക്കണം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിയമനിർമ്മാണത്തിലുള്ള MPമാരുടെയും MLAമാരുടെയും പങ്ക് ഗണ്യമായി കുറയുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് ദിവസങ്ങൾ സിറ്റിങ്സ് തന്നെ ഗണ്യമായി കുറയുന്നു. പണ്ട് 70-75% ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയച്ചിരുന്നത് ഇപ്പോൾ 17-18% ഉള്ളൂ. അപ്പം നിയമനിർമ്മാണത്തിൻ്റെ ഗുണമേന്മ തന്നെ കുറയുന്നു എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു MPയിലും MLAയിലും നിക്ഷിപ്തമായിരിക്കുന്ന പരമപ്രധാനമായ ഉത്തരവാദിത്തങ്ങളാണ് അവർ നിറവേറ്റേണ്ടത്, പ്രാതിനിധ്യമല്ല. പ്രാതിനിധ്യത്തിന് വേറെ തലങ്ങൾ ഒരുപാടുണ്ട് അവിടെ. ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ 3 ടയർ ലോക്കൽ ബോഡിയുണ്ട്, പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, അതുകൂടാതെ മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് വികേന്ദ്രീകരണമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ എന്താണോ നമ്മൾ പാർലമെൻറ്റിനെ കൊണ്ട് വിഭാവനം ചെയ്യുന്നത്, എന്താണോ നിയമസഭയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടക്കുമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അവിടെ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു എന്താ പറയുക, ഇരുട്ടിലൂടെ കൊണ്ടുവരപ്പെടുന്ന അല്ലെങ്കിൽ പിൻവാതിലിലൂടെ കൊണ്ടുവരപ്പെടുന്ന വ്യവസ്ഥകളെ നമ്മൾ സ്വീകരിക്കുന്നതിൽ ഒരുപാട് അപകടമുണ്ട്. ഇത് കേവലം ജോൺ ബ്രിട്ടാസ് എന്നുള്ളൊരു MPയുടെ ഒരു നിലപാട് മാത്രമല്ല, പൊതുവെ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യവും സന്തുലിതാവസ്ഥയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏവരും മുന്നോട്ട് വെക്കേണ്ട ഉത്കണ്ഠകളാണ്. സ്വാഭാവികമായിട്ട് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതിനിധീകരിക്കേണ്ട ജനസംഖ്യയുടെ എണ്ണം അതുവഴി കുറയ്ക്കുക, മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടിയെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതൊരു ന്യായവാദമായിട്ട് അവർക്ക് പറഞ്ഞുകൂടെ? അല്ല, നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ന്യായവാദങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളൊരു ന്യായമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നിട്ട് നിരവധി സംസ്ഥാനങ്ങളോട് നടപ്പിലാക്കാൻ പറയുന്നു, കുറേ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ കുറയുന്നത്. ഇപ്പോൾ കേരളത്തിനും തമിഴ്നാട്ടിലും കർണാടകയ്ക്കും തെലുങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യമല്ലേ അവിടെ കുറഞ്ഞു പോകുന്നത് ആ തത്വം നടപ്പിലാക്കിയാൽ. അതുപോലെ തന്നെയാണ് ഇതും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് MPമാരുടെ എണ്ണം വർദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ MPമാരുടെ എണ്ണം എവിടെ എത്തിപ്പോണായിരുന്നു? 2000-3000 എത്തണ്ടായിരുന്നു. അതായത് നമ്മുടെ 1ാം ലോകസഭയുടെ കണക്ക് വെച്ച് ഇപ്പോഴത്തെ ജനസംഖ്യയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ MPമാരുടെ എണ്ണം അതനുസരിച്ച് കൂടണമായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകസഭയ്ക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, വല്ല മൈതാനത്ത് വേണം പ്രവർത്തിക്കേണ്ടി വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗധേയത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാന നിയമനിർമ്മാണങ്ങളിൽ ഇടപെടാനും അതിൽ കൃത്യമായൊരു ദിശാബോധം പകരാനുമുള്ള ഇടപെടലാണ് MPമാരിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പോളിസി ഫോർമേഷൻ അത് നടക്കാതെ എൻ്റെ മണ്ഡലത്തിൽ ഒരു 10 ലക്ഷം പേര് മതി, എനിക്ക് എന്നാൽ അവിടെ ഓടിയെത്താം, അതല്ല MPയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ തന്നെ പറഞ്ഞു. എന്തിനാണ് 81 വെച്ച് ഭരണഘടന 81 വെച്ച് ക്യാപ്പ് വെച്ചത്? ഇപ്പോൾ ഈ നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടനയിലുള്ള ക്യാപ്പ്, അതായത് ലോകസഭയുടെ ക്യാപ്പ് അത് എടുത്തു കളയണം. എന്തിനാ ക്യാപ്പ് വെക്കാൻ പോയത്? അങ്ങനെ ക്യാപ്പ് വെക്കാൻ പോയത് ഇത് ഫങ്ഷണലായിരിക്കണം, ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിർവഹിക്കുന്ന തരത്തിലേക്കായിരിക്കണം ഇതിൻ്റെ ഘടന എന്നുള്ളത് കൊണ്ടാണ്.
ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ രണ്ട് സ്റ്റേറ്റില് മെയിനായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ എന്തിനാണ് എം പിമാരുടെ സമയം എം പിമാരെ താല്പര്യം പറഞ്ഞ ലോ മേക്കേഴ്സ് ആണ്. ആ അപ്പോൾ ഒരു ലോ മേക്കിംഗ് ഒരു ക്രിട്ടിക്കൽ ഒരു വിമൻ റിസർവേഷൻ ബില്ലല്ലേ. അതെ. അപ്പോൾ ഈ സമയത്ത് 3 ഇല്ല, ദിവസം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം തന്നെ നടത്തുന്നത് നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാണല്ലോ എം പിമാരെന്ന് പറയുന്നത്. അതിന് തർക്കമൊന്നുമില്ലല്ലോ. അവരല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രചരണത്തെ നയിക്കേണ്ട ആൾക്കാർ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുകളിലല്ലേ. തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മുകളിലാണ്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രക്രിയയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ പിന്നെ ഇതിനെന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പറയുക, എമർജൻസി ഉണ്ടെന്ന് വെച്ചോളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്, എമർജൻസി ഇല്ല. ഇപ്പോൾ ഈ 2029 നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കൊണ്ടുവരുന്നത് പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഏപ്രിൽ 29 വരെ വെയിറ്റ് ചെയ്യൂ. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 2023 ഈ പറഞ്ഞ നാരി ശക്തി വന്ദൻ അധിനിയം, അതൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ നിയമം പറയാൻ പറ്റില്ലല്ലോ. എന്നോട് പലരും ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ആ നിയമം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അത് പഠിച്ചെടുത്തത്. ഏത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥകളും കൊണ്ടുവന്നിരുന്നില്ല. വരാൻ പോകുന്ന സെൻസസിനെ ബന്ധപ്പെടുത്തിയിരുന്നില്ല. വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നില്ല. അതിന് ഇമ്മീഡിയറ്റ്, അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക, നടപ്പിലാക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നത്. 2023 നിയമം വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ ഭേദഗതി കൊടുത്തു. എന്തിനാണ് നിങ്ങളിത് ലിങ്ക് ചെയ്യാൻ പോകുന്നത്? ലിങ്ക് ചെയ്യുന്നത് അപകടമല്ലേ? യഥാർത്ഥത്തിൽ അന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പിന്നെ സംവരണം ഉണ്ടാവില്ലായിരുന്നോ? അപ്പോൾ ഈ 3 വർഷം ഈ നിയമത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പൊടുന്നിന് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് കണ്ടെന്നു. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ല. എന്താ കാരണം? അത് 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും അതിൽ പ്രത്യേകിച്ച് മാറ്റമില്ല. അവിടെയാണ് സംശയാസ്പദം. അതിനേക്കാൾ ഏറെ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വനിതാ സംവരണത്തിൻ്റെ ഒരു മറവിൽ കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതികളുടെ സ്വാധീനം, പ്രത്യാഘാതം അത് നമ്മൾ മനസ്സിലാക്കണം.